എന്റെ അമ്മേ. കണ്ടോ, ഈ തട്ടിലെ മണ്ണിന് അമ്ലത്വം കൂടുതലാണ്. ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും. നൈട്രജൻ കുറവാ, യൂറിയം വേണ്ടി വരും. കണ്ട, ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന്. നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ്. ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ. ബാലരാമപുരത്തും കുറ്റ്യാടിയിലും ഞാൻ നോക്കാം. വിത്ത് തേങ്ങ അട്ടത്ത് വെച്ചിട്ടുണ്ടച്ചാ. അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ, പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും, അത് നട്ടാ മതി. ഒരാൾ കാലുകെറ്റി വീണ അതിലെന്തത്ര ചിരിക്കാനുള്ളത്? ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കൈ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. വരട്ടെ. അടിയെടുക്കുന്നു എവിടെ? ഓ, മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മരിച്ച ചാത്തൂട്ടുകാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെ ആയത്? അയാൾക്ക് പാർട്ടി വേണ്ട. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? നമ്മുടെ രക്തസാക്ഷി. INSP കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. RDPയുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. INSP കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ഓക്കെ സാർ, സംസാരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ. കൊടി വേണമെങ്കിൽ ആഫീസിൽ പോണം. മണ്ണാൻ കെട്ട തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് പൊതിപ്പിച്ചോടെ. ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുവാ. സംഗതി ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ്. കുഴപ്പോ പിന്നെ സംഘടന വണ്ടി തിരിച്ചു വിടും. സംഘടനമല്ല, മരിച്ചത് അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് വളരെയേറെ ദോഷം ചെയ്യും. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ചെടുക്കുന്നോട് ചോദിക്കാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഡെഡ് ബോഡി RDPക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSP കാരനാണെന്ന് നമ്മൾ പറയുന്നു. KRP കാറിൽ ഒരു കറുപ്പ് കൊടി വാർത്തെ, അതിന് കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിട്ടുണ്ടെടുക്കുക. KRP ആലോചിക്കാൻ ഇവിടെ സമയമല്ല. തൽക്കാലം ഇന്നലെ മേടിച്ചതാ. ഒരു അപകടം എടുത്തില്ല പൈസ കണക്ക്. KRP ഒന്ന് ഉത്സാഹിക്കും. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSPയുടെ വീരനായക, ഞങ്ങൾ ഇട്ടിലാറ്റിൽ അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടിയാർ INSPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊടിക്കീഴിൽ അണിനിരുന്നു. ഇല്ലേ? എന്നോടാ പറഞ്ഞ മാറാൻ. ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ. ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോലും. ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആളുടെ അല്ല, മരിച്ച ആളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദന ഞങ്ങളെ കൊല്ലാന്നല്ലേ? ഒരു INSP കാരൻ ചോപ്പ് കൂടി വന്നിട്ട് നോക്കിക്കണം. ഒരു തൊട്ട ശവങ്ങൾ ഇനിയും വീഴട്ടെ. അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് കൊന്നുകളയില്ലാത്ത ബോഡി ആംബുലൻസ് കെട്ട്. ഇൻസ്പെക്ടർ, വിലാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി, അത് മറക്കരുത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ്? പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക.
RDP സിന്ദാബാദ് RDP സിന്ദാബാദ് RDP സിന്ദാബാദ് ചലോ ചലോ ഹോസ്പിറ്റൽ ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് വിട്ടുതരിക. RDP-ക്കാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന INSP-യുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. RDP-ക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആസ്പത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ INSP-യുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് INSP-യുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും. അതെ അതെ, മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു. എല്ലാ പത്രക്കാരും വിളിച്ച് INSP പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം. ബാക്കി ഞങ്ങൾ ഏറ്റു. പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം. എന്താ എങ്ങനെ തിരക്കോ? എന്താണ് മന്ത്രി സാറേ, നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടുന്നതിലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ. ഇല്ല. പ്രതികളൊക്കെ ഒളിവിൽ പോയി. ഓക്കെ 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 സാർ. ഭാരത് മാതാ കി ജയ്. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെ ആ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവിൽ പോയാലും നമുക്കൊരു പ്രശ്നമില്ല. അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തെങ്ങും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവിൽ പോയാലും RDP-ക്ക് ഒരു പുല്യം സംഭവിക്കാൻ പോകും. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുവടയും ചായയും. വരും. ഈ പരിപ്പോടും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമഴി തോന്നും. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ? പറഞ്ഞാലും ഗോപണിയുടെ ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ. അയ്യോ, ഇതിന് കോണിയൊന്നും വേണമെന്നില്ല. ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന്, ഞാൻ കേറിക്കോളാം. എന്താ ഇവിടെ ബഹളം? മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ? ആരോടോ താൻ? ഞാൻ തേങ്ങ. താൻ തേങ്ങയോ? കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ. അട്ടത്ത് കയറിയാണോ കൃഷി ചെയ്യുന്നത്? വിത്ത് തേങ്ങ സെലക്ട് ചെയ്യാമെന്ന് കരുതി. വേണ്ട, അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളാരാ? എന്റെ മൂത്ത മോനാ. പ്രബേട്ടൻ. ആള് നോർമൽ അല്ലാന്ന് തോന്നുന്നു. ഞാൻ അട്ടത്ത് കയറുന്നതിന് ഇയാക്കെന്താ? ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം. അതുകൊണ്ടാ തന്നോട് താഴോട്ട് ഇറങ്ങാൻ വിളിച്ചോണേ. പറഞ്ഞത്. വീടരുത്. ഇറങ്ങാനാ പറഞ്ഞത്. അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ. എല്ലാ റൗഡിസത്തിനും നേതാവിന്റെ വീടാ. ആ ചാക്ക് കെട്ടിരിക്കുന്നില്ലേ, അതിനപ്പുറം. അയ്യോ, പോലീസ്! അയ്യോ, ഇതിനെ മോൾ കാണൂ. അയ്യോ 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 അയ്യോ. നിക്കോടെ. ഓടിക്കോ, പോലീസ്! അവിടെ ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചാഴി എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. ഇയാളങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് പെട്ട് പിടിച്ചില്ലേ? ഇല്ല, ഓടി രക്ഷപ്പെട്ടു. താൻ എവിടുത്തെ എസ്ഐയാടോ? തന്നെ സ്ഥലം മാറ്റി നോക്കിയോ? സൂക്ഷിച്ച് സംസാരിക്കണം. ആരാ സാറേ അട്ടത്തുനിന്ന് ഇറങ്ങി ഓടിയത്? അറിയില്ല അല്ലേ? ഒരു കൊലക്കേസിലെ 1-ാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് പൊട്ടങ്ങളി കളിക്കുന്നു റാസ്കൽ. രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ. അത് കഴിഞ്ഞു എന്ന് കരുതിയാ മതി. മിസ്റ്റർ നായർ, ഇവിടെ ഒപ്പിട്ടേ. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ? റാസ്കൽ എന്ന് വിളിക്കുന്നോ? വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു വർഷം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ? ഇതാരാ അച്ഛനോ? പിന്നെ അത് അമ്മയാണെന്ന് വിചാരിച്ചോ? ഞാൻ ദാ സ്റ്റേഷനിലേക്ക് പുറപ്പെടുമായിരുന്നു. എന്തിനാ എന്നെ ലോക്കപ്പിൽ നിന്ന് വിടരുതെന്ന് പറയാനോ? എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂ. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാനേ പാർട്ടി ഓഫീസിനകത്തിരുന്നോണ്ട് കംപ്ലീറ്റ് ചരട് വലിയായിരുന്നു. അറിയോ? അച്ഛനെ തുടരുത്, അച്ഛനെ ഇറക്കണം, ദാ പറഞ്ഞില്ലേ? അച്ഛൻ ഞങ്ങള് ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ചരട് വലി നടത്തിയത്. മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന്. അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ല അല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്.
മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പിൽ കിടന്നല്ലോ. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തിയെ? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ. ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലിച്ചാൽ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീ അച്ഛന് മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല? അച്ഛാ, അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ ഇപ്പൊ മക്കളുടെ ചെടിയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ. മാധവേട്ടാ, കടവേ കടച്ചോ? എന്താ INSP കാര് പിരിവിനിറങ്ങിയിരിക്കുക. എന്റെ ഭഗവാനെ ചതിച്ചോ? 1000 10,000 ഒക്കെ ചോദിക്കുന്നത്. കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും. ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ. അവരെവിടെ എത്തി? സെയിൽ ടാക്സ് കൊണ്ട് കട റെഡി ആയിരിക്കും. 500 രൂപയിൽ കൂടുതൽ എങ്ങനെയാ? 1000 രൂപ തികച്ചു തരാൻ പറ്റത്തില്ല. ഇതേ ഭാരതയാത്രയാ, അല്ലാതെ കണ്ട എരപ്പാളുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല. അതും യശ്വന്ത് സഹായുടെ ഭാരതയാത്ര. മര്യാദ കാശെടുക്കണോ? ഇത് റെസിറ്റ് എഴുതി. പകുതി എഴുതി. സാറിന് എഴുതണ്ട. ഇവൻ ലേശൊരു അഹങ്കാരിയാ. വാ, നമ്മൾ ഇങ്ങോട്ടൊരു വീ കടച്ചില്ലല്ലോ. അതെ, അതാ ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് അടച്ചോ? ശരി, കാണാം. വാ. അല്ല, ഈ ഓഫീസ് ടൈമിൽ വേണോ? പിന്നെ ഓഫീസ് അടച്ചിട്ട് 7 മണിക്കാ വരണ്ടേ? എടോ, നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. പോയതും കൂട്ടി നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് പോയി ഗേറ്റിൽ നിന്നും സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. എന്നാ പിന്നെ അങ്ങനെ അവിടെ ചെല്ല് ചെല്ല് ചെല്ല്. ആ KRP വരണം. ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയൂ. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ. അതിനുള്ള ഫണ്ട് പിരിവാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി പിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ പണം തരുന്നത്? പുതിയ ആളാന്ന് തോന്നുന്നു. അല്ല, പഴയ ആളാണ്. 10-30 കൊല്ലത്തെ പഴക്കം കാണും. ജനിച്ചിട്ട് അത്രയായി. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലം മാറ്റം വാങ്ങി കൊടുക്കണോ? സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾ കൊള്ളാം. നല്ല അസല് മണ്ണാണ് അവിടുത്തെ. ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യനോ അല്ലാതെ പിന്നെ മൃഗമാണോ? അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില്? ഇത്തരം യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം? അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല. മിസ്റ്റർ, ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്. കൂലിപ്പണി ചെയ്താലും ജീവിക്കാം. പൊതുവാൾജി, ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ? ചെന്ന് വിളിച്ചു പറ, നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന്. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. സംശയിക്കേണ്ട, ഞാൻ ഏറ്റു. പൊതുവാൾജി ഏറ്റിട്ടാ. അവന്റെ ഒരു യശ്വന്ത് സഹായി. നായ്ക്കളെ, ദയവേത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തേക്കോ. ഞാനും സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. പ്ലീസ് ഇറങ്ങി പോകും. പോകാൻ പ്ലീസ് പോ. ഒന്ന് മാറോ. നമ്മൾ എങ്ങനെ ആയാലോ? नारियल का पानी, എന്താ नारियल पानी, ക്യാ ക്യാ? हमको पीने के लिए नारियल का पानी लावो. എന്താണ് മൂപ്പർ ചോദിക്കുന്നത്? ऊपर ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളമടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ये बुद्धू का आदमी नारियल पानी लावो ना. ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹെ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? क्या हाफ बोतल? ക്യാ ഫുൾ ബോട്ടൽ? അല്ലല്ലേ, അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങൾ ഇവിടെ കമ്പനി മാക്ഡോവലാ. शट अप इडियट, हमको नारियल पानी चाहिए. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാലിന്റെ അർത്ഥം?
നാരിന്ന് വെച്ചാ സ്ത്രീന്നാ. ദൈവമേ ചതിച്ചു എന്നാ തോന്നണേ. സ്ത്രീ റാം റാം റമ്മ റാം. ഇതൊന്നുമല്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? നാരിയൽ പാനി ഇളനീര് ഇളനീര് നമ്മൾ ഇളനീരോ? ഓന്റെ ഇഷ്ടം എന്നാലും ഇത് ആദ്യം പറഞ്ഞൂടെ? ക്യാ ഇളനീർ ഹേ? അങ്ങനെ പറയ്. അപ്പളേ നിങ്ങൾ കുറച്ചാൾ പോയിട്ട് ഇളനീരിട്ടെ ചെല്ലി. ചെല്ലി. ഇത് എവിടേക്കാ കയറുന്നേ? ആളുകൾ കണ്ടൂടെ? ഓ ഞാൻ നോക്കിയില്ലേ. എന്ത് പണിയാച്ചത്? നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുക. ഗ്രഹനാഥനായോണ്ടാണല്ലോ ലോക്കപ്പ് കിടക്കേണ്ടി വന്നത്. ഇനി വയ്യ മോനെ. അണികൾ മുഴുവൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക കെ ആർ പിയുടെ അച്ഛൻ എവിടെ, കെ ആർ പിയുടെ അച്ഛൻ എവിടെയെന്ന്. കെ ആർ പിയുടെ അച്ഛൻ ഇവിടെയെന്നങ്ങ് പറഞ്ഞ പോലെ. നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ്. അറിയോ? അയ്യോ അത്ര ഭയങ്കരനാ. എന്നാ രാഘവട്ടം പോണം. ഞാനില്ല ആ ബഹളത്തിലേക്ക്. അച്ഛാ, അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ അച്ഛന്റെ കാല് വേണമെങ്കിൽ പിടിക്കാൻ എന്റെ കൂടെ വന്നേ പറ്റൂ. കാല് പിടിക്കാൻ രാഘവട്ടം എന്തായാലും പോണം. എന്റെ മോനെ, അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ പേടിച്ചിരിക്കുക. അച്ഛാ, ആ സംഭവം അല്ല ഈ സംഭവം. ഇതൊരു അഖിലേന്ത്യാ സംഭവം അല്ലേ? വന്നാട്ടെ. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? അതെ. ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ. എന്നൊരു മാതിരി ഊതരുത്. വന്ന്. എല്ലാം കിട്ടിയില്ലേ? ആ, അച്ഛൻ വാന്ന്. ഒന്നോട് കൊടുത്തു. മുണ്ട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ, അതിനെന്താ? നായരെ മൂപ്പരെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ. വേഗം ആവട്ടെ. എൽനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാല് പിടുത്തം തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. വലിയ ആളല്ലേ അച്ഛാ, കാല് തൊട്ട് വന്നിച്ചോളൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ലാന്ന് വരും. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കളയണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ये कौन है? कदर नहीं उसको. ये हमारा മറ്റേ പ്രകാശൻ അച്ഛൻ. क्या प्रकाश? KR പ്രകാശൻ. ഈ ഹൗസിന്റെ ഉടമസ്ഥൻ. മുതിർന്നാൾ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം. ഈ ഹൗസിന്റെ പ്രസിഡന്റ് ഓഫ് ദി ഹൗസ്. അതെങ്ങനെ തോന്നുന്നു ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ? കണ്ണിൽ തന്നെ നോക്കണേ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മൈ ഫാദർ ജി. മൈ ഫാദർ. Who are you? क्या चाहिए? ചായ വേണോ? चुप.